ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നല്ലപോലെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈ കഴുകൽ അഥവാ ശുചിത്വം എന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൈ കഴുകൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ എന്ന് വെച്ചാൽ ഈ കയ്യിലുള്ള സൂക്ഷ്മാണുക്കൾ, അതുപോലെ തന്നെ എണ്ണദ്രവ്യങ്ങൾ, പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് കഴുകി കളയുന്ന ഒരു പ്രക്രിയയാണ് ഈ കൈ കഴുകൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തുടർച്ചയായിട്ട് ഉണക്കുക എന്നതും ഈ പ്രക്രിയയുടെ പ്രധാന ഭാഗമാണ്. അപ്പോൾ കൈ കഴുകിയാൽ മാത്രം പോരാ, അത് എങ്ങനെ ഉണക്കണം എന്നതും കൂടി ചെയ്യുമ്പോഴാണ് ഈ കൈ കഴുകൽ പൂർണ്ണമാകുക. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് WHO എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്. ആ WHO ഓർഗനൈസേഷൻ്റെ കീഴിൽ അവർ പുറത്തുപെടുത്തിയിരിക്കുന്ന ഒരു സർട്ടൻ റൂൾസ് ഉണ്ട്. അതിൽ 20 സെക്കൻഡെങ്കിലും നമ്മൾ കൈ കഴുകാനായിട്ട് ചിലവഴിക്കണം. ആ 20 സെക്കൻഡ് എങ്ങനെ ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ രോഗിയെ പരിചരിക്കുന്നതിന് മുമ്പും ശേഷവും കൈ നന്നായിട്ട് സോപ്പ് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കൈ കഴുകാൻ നോക്കേണ്ടതാണ്. അപ്പോൾ കൈ കഴുകാൻ സോപ്പും വെള്ളം തന്നെ ഉപയോഗിക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിച്ചാലും ഈ സാനിറ്റൈസേഴ്സ് പോലുള്ള സംഭവങ്ങൾ, മെയിനായിട്ട് ഐസോപ്രൊപ്പൈൽ എന്ന് പറയുന്ന 60% ഐസോപ്രൊപ്പൈൽ അടങ്ങിയിരിക്കുന്ന ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും ഏറ്റവും ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അപ്പം ഒരു രോഗിയെ പരിചരിച്ചു കഴിഞ്ഞാൽ കൈ നന്നായിട്ട് സോപ്പിട്ട് നന്നായിട്ട് തേച്ച് കഴുകി, അല്ലെങ്കിൽ സാനിറ്റൈസർ പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് ഈ അണുക്കൾ മറ്റു രോഗികളിലേക്ക് പകരുന്നതായിട്ട് തടയാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുമ്പ് കൈ കാലുകൾ നന്നായിട്ട് തേച്ച് കഴുകേണ്ടതുണ്ട്. മലമൂത്ര വിസർജനം കഴിഞ്ഞതിന് ശേഷവും കൈ കാലുകൾ നന്നായി തേച്ച് കഴുകണം. അതുപോലെ ഇപ്പം ശൗചാലയം വൃത്തിയാക്കുന്ന ആളുകളിലും കൂടുതലായിട്ട് ഈ ഒരു രോഗം വ്യാപിക്കുന്നത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് ശൗചാലയങ്ങൾ, നമ്മൾ പബ്ലിക്കായിട്ടുള്ള ശൗചാലയങ്ങൾ വൃത്തിയാക്കുന്നവരിൽ നിന്നും ഈ രോഗത്തിന് കാരണമായ രോഗാണുക്കൾ മറ്റു ആളുകളിലേക്ക് പകരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം മൂക്ക് ചീറ്റുക, അതുപോലെ തുമ്മുക, ചുമയ്ക്കുക എന്നീ പ്രക്രിയ ചെയ്യുന്നതിലൂടെ ധാരാളം ബാക്ടീരിയയും അതുപോലെ തന്നെ വൈറസും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമ്മൾ കൈകാലുകൾ നന്നായിട്ട് തേച്ച് കഴുകേണ്ട അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് ഏതെങ്കിലും മൃഗങ്ങളെ സ്പർശിക്കുക, മൃഗങ്ങൾക്കുള്ള ഭക്ഷണം കൈകാര്യം ചെയ്യുമ്പോഴോ അവരുടെ കാഷ്ടം നമ്മൾ സ്പർശിക്കുകയോ ചെയ്താലും, അതുപോലെ തന്നെ മാലിന്യം നമ്മൾ സ്പർശിച്ചാലും, അതുപോലെ തന്നെ ആശുപത്രികളിൽ സന്ദർശിച്ചു വരുമ്പോഴും, തൊഴിൽ കഴിഞ്ഞ് വരുമ്പോഴും, യാത്രകൾക്ക് ശേഷവും നമ്മൾ നന്നായിട്ട് കൈകാലുകൾ തേച്ച് കഴുകി വയ്ക്കേണ്ടതാണ്. കാരണം പലതരം രോഗങ്ങളാണ് ഇങ്ങനെ നേരാവണ്ണം കൈ കഴുകാതെ നമ്മുടെ നാട്ടിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇളം ചൂട് വെള്ളത്തിൽ നമ്മൾ കൈകാലുകൾ കഴുകുകയാണെങ്കിൽ അത് നല്ല അപ്രാപ്യമാണ്, നല്ലൊരു പ്രവൃത്തിയാണ്. കാരണം ഈ ചൂട് വെള്ളത്തിൽ കഴുകുന്നതിലൂടെ തന്നെ നമുക്ക് ഈ ഒരു രോഗാണുവിനെ, ഒരു 99% രോഗാണുക്കളും നമ്മൾ കൈകാലുകൾ കഴുകുന്നതിലൂടെ നിർവീര്യമായി പോകുന്നതാണ്. അതുപോലെ തന്നെ സോപ്പിട്ട് നന്നായിട്ട് കഴുകുന്നതിന് അപ്പുറം അത് എങ്ങനെ വൃത്തിയായിട്ട് തുടച്ച് നീക്കണം എന്നതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം നമുക്ക് തീർച്ചയായും ആവശ്യമാണ്. ചൂട് കാറ്റുപയോഗിച്ച് കൈ ഉണക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒന്ന്. അപ്പോൾ കൈ കഴുകുന്നതിനെ പറ്റി ഏകദേശം നമുക്കൊരു ഐഡിയ ഇപ്പോൾ നമുക്ക് കിട്ടിക്കണം. കാരണം കൈ കഴുകുന്നതിലൂടെ മാരകമായ പല രോഗങ്ങളും വ്യാപിക്കുന്നത് നമുക്ക് തടയാൻ സാധിക്കുന്നു. താങ്ക് യു.